ജ്യൂസ് അടിക്കാൻ എളുപ്പത്തിന് ഒരു ജാർ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ പണ്ടേ ഉണ്ട്. അതൊന്നും അല്ല വിഷയം. ഞാൻ മിക്സിൻ്റെ ജ്യൂസറിൽ അങ്ങനെ അടിക്കൽ. ഇതിപ്പം പുതിയതൊന്ന് മോള് കൊണ്ട് തന്നു. എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാന്നില്ല. അപ്പം ഞാനിങ്ങനെ മടിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇനി മുതൽ ഇങ്ങനെ നിൽക്കരുത്, ഇതിൻ്റെ അടി വെയിറ്റ് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അപ്പോൾ നമുക്ക് അടിയിൽ എടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി മടിച്ച് നിൽക്കാൻ പാടില്ല, ഇത് ജ്യൂസ് അടിക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നെല്ലാം പറഞ്ഞ് കൊണ്ട് തന്നിട്ട് 2 ആഴ്ച. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം ജ്യൂസെല്ലാം അടിച്ചിട്ടുണ്ട് സാധാരണ മിക്സിൻ്റെ ജാറിൽ. പക്ഷേ ഇന്ന് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് ജ്യൂസ് അടിച്ച് ബാഗിൽ ബോട്ടിലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ജ്യൂസ് അടിച്ച് കൊണ്ടുപോവാം. പ്ലസ് പിന്നുണ്ട്, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇതാ, നമുക്ക് ബസ്സിൽ നിന്നൊക്കെ യൂസ് ചെയ്യാം, എമർജൻസി യാത്രയിൽ യൂസ് ചെയ്യാം. എനിക്ക് രായൻ്റെ ഭീഷണി ഉണ്ടല്ലോ, നിൻ്റെ പണി കളയുന്നു. അപ്പം പണി കളഞ്ഞ വേറൊരു പണിക്ക് പോകുമ്പം ഉപയോഗിക്കാം. അപ്പം ഇതിപ്പം ഒരു 2 ഗ്ലാസ് ജ്യൂസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. 2 ഗ്ലാസ്. നല്ല കളറ് പച്ച. കറണ്ട് ഇല്ല, ആ അവസ്ഥയിലാണ് ഉള്ളത്. ഒരു ദിവസം 16 വട്ടം കറണ്ട് പോവും, പ്രവർത്തിച്ച് കാണിക്കണമെങ്കിലും ഒന്നിനും ഒരു വഴിയുമില്ല, അത്ര തന്നെ. അപ്പം ഇതെവിടെ കുത്തണ്ടേന്നൊന്ന് നോക്കട്ടെ. കുത്തുന്നതാണ് പ്രശ്നം. കുത്താണ് ഇവിടുത്തെ പ്രശ്നം. കുത്തേണ്ട സ്ഥലം കാണുന്നില്ല. ആരായണം. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ നമ്മൾ ഉദ്ഘാടനം എങ്ങനെയാണെന്നറിയോ? നിങ്ങളെല്ലാവരും ചോദിച്ച് PCODൻ്റെ, യൂറിനറി ഇൻഫെക്ഷൻ്റെ, യൂട്രസിലുള്ള ഇൻഫെക്ഷൻ്റെ, അടിവയറ്റിൽ വേദനൻ്റെ, മുഖത്തെ പാടിൻ്റെ എല്ലാറ്റിൻ്റെയും കറണ്ട് വന്നു പരിഹാരം ഉള്ള ജ്യൂസ് ഇപ്പം കാണിച്ചു തരാം. നമ്മുടെ പുതിയ ജ്യൂസറിൽ കാണിച്ചു തരാം. പിന്നെ കുത്തേണ്ടത് എവിടെയാന്ന് തപ്പട്ടെ. കുത്തേണ്ടത് തപ്പിയിട്ട് കുത്താം. അപ്പോൾ ഇപ്പം നമ്മളെ മെഡിസിൻ ജ്യൂസ് കാണിച്ചു തരാം. ഓൺലി 5 minutes വെയിറ്റ്.